നമസ്കാരം. ഇന്നു ഞാൻ ഉത്രാടം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും. ഉത്രാടം നാളില് ജനിച്ചാല് കൂടുതൽ ബന്ധുക്കളുള്ളവനായും വിനയമുള്ളവനായും സുന്ദരനായും ധർമ്മനിഷ്ഠനായും ഉപകാരസ്മരണയുള്ളവനായും ഭവിക്കും. സംസ്കാരമുള്ളവനും ഹൃദയത്താൽ പരിശുദ്ധനും കൂടാതെ മൃദുഭാഷയുമാണ്. മുഖത്ത് ഒരു നിഷ്കളങ്കത കാണുവാൻ കഴിയും. വളരെയധികം ആഡംബരം ഇഷ്ടപ്പെടുന്നില്ല. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ലളിതമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ധർമ്മിഷ്ഠനാണ്, കൂടാതെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യും. പ്രകൃതം ഗൂഢമാണ്, അതുകൊണ്ട് നിങ്ങളെ ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ വിലയിരുത്തുവാൻ പ്രയാസമാണ്. കണ്ണുകൾക്ക് ഒരു തിളക്കമുണ്ടാകും, കൂടാതെ മുഖത്ത് ഒരു മറുകുമുണ്ടാകും. ആരെയും ചതിക്കുകയോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുകയില്ല. ഹൃദയം കൊണ്ട് വളരെയധികം ശുദ്ധനാകയാൽ ചില സമയങ്ങളിൽ ഗൗരവകരമായ പ്രശ്നങ്ങളിൽ കുരുങ്ങും. ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കുകയില്ല, എന്നാൽ ഒരിക്കൽ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ അവർക്കായി എന്തും ചെയ്യും. ഒരാളെ വിശ്വസിച്ചാൽ നിങ്ങൾ അവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഒരു സുഖജീവിതം ആഗ്രഹിക്കുന്നു, കൂടാതെ ഒരു തീരുമാനവും ധൃതിപ്പെട്ട് എടുക്കാറില്ല. ആരോടെങ്കിലും വിദ്വേഷം തോന്നിയാൽ പരുക്കൻ വാക്കുകൾ ഉപയോഗിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അതൃപ്തി എതിരാളിയോട് കാണിക്കുകയുമില്ല. ജപം, തപം, വ്രതം എന്നിവ ജീവിതത്തിൽ വിജയിയാക്കും. ഒരിക്കൽ ആത്മീയ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ എല്ലാ ബന്ധനങ്ങളും ഭൗതികമായ ജീവിത വസ്തുക്കളും വിരസമാണെന്ന് അനുഭവപ്പെടുവാൻ തുടങ്ങും. വിദ്യാഭ്യാസമായാലും ജോലിയായാലും എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലം മുതൽക്കു തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. എന്നിരുന്നാലും യൗവനകാലത്ത് ധാരാളം വിനോദകരമായ കാര്യങ്ങൾ ഉണ്ടാകും. ഏതൊരു പ്രശ്നത്തിലും നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കും. ഏതെങ്കിലും പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നതിന് മുൻപ് ആ വ്യക്തിയെ നന്നായി അറിയുക, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. 38ാമത്തെ വയസ്സിനു ശേഷം എല്ലായിടത്തു നിന്നും വിജയം ലഭിക്കും. ജീവിത പങ്കാളി ഉത്തരവാദിത്വമുള്ളയാളും സ്നേഹനിധിയുമായിരിക്കും. എന്നാൽ അവരുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് കാരണമാകും. കണ്ണുകളും ആമാശയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അധ്യാപനത്തിൽ അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് പ്രത്യേകമായ വിജയം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ അനുകൂല തൊഴിൽ മേഖലകളാണ് ലെക്ചറർ അല്ലെങ്കിൽ പ്രഭാഷകൻ, പുരോഹിതൻ, ആഖ്യാതാവ്, ജ്യോത്സ്യൻ, വക്കീൽ, ജഡ്ജ്, പൊതുസേവകൻ. സൈക്കോളജി, മിലിറ്ററി സംബന്ധമായ ജോലി, ബോക്സർ, ജൂഡോ, കരാട്ടെ, കായികാഭ്യാസി, അധ്യാപകൻ, സെക്യൂരിറ്റി വകുപ്പ്, അംഗരക്ഷകൻ, ആത്മീയ വൈദ്യൻ, രാഷ്ട്രീയക്കാരൻ, ബിസിനസ്, ബാങ്കിങ് മുതലായവ. കുടുംബജീവിതം നല്ലതായിരിക്കും, എന്നാൽ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പങ്കാളി നല്ല പ്രകൃതമുള്ളയാളും സഹകരണ മനോഭാവമുള്ള വ്യക്തിയുമായിരിക്കും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും, എന്നാൽ അവരുമായി ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. Please subscribe the channel. Thank you for watching.